പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം 4 വർഷ ഡിഗ്രി നടപ്പിലാക്കി. പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, സംസ്കൃത യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ 4 വർഷ ഡിഗ്രി നടപ്പിലാക്കി. അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തേർഡ് സെമസ്റ്റർ മുതലുള്ള മേജർ ചേഞ്ച്, കോളേജ് ട്രാൻസ്ഫർ, യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ എന്നിവയുടെ മാർഗരേഖ തയ്യാറായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മേജർ ചേഞ്ച് ഒരു വിദ്യാർത്ഥിയുടെ മേജർ ഞാൻ BCom ആണ് അടുത്ത സെമസ്റ്ററിൽ തേർഡ് സെമസ്റ്ററിൽ എനിക്ക് മറ്റൊരു കോഴ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനുള്ള മാർഗരേഖ തയ്യാറായി. ഞാൻ കൊണ്ടോട്ടി EMEA കോളേജിലാണ് അഡ്മിഷൻ എടുത്തത്. ഞാൻ അടുത്ത സെമസ്റ്ററിൽ എനിക്ക് എന്ത് ചെയ്യാം, MES കല്ലടി കോളേജിലേക്ക് കോളേജ് ട്രാൻസ്ഫറിന് താല്പര്യമുണ്ട്, അതിനുള്ള മാർഗരേഖ. അതുപോലെ തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്ത് MG യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട മാർഗരേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ ബന്ധപ്പെട്ട അധികാരികളുടെയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള മാർഗരേഖയാണ് നമ്മൾ പറയുന്നത്. വളരെ കൃത്യമായിട്ട് കേൾക്കുക. ഇതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിന്റെ ആദ്യത്തെ ബാച്ചാണ്. ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കുറേ സംശയങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ദൂരീകരിക്കുക. ഫസ്റ്റ് ഈ നടപടികൾ പൂർത്തീകരിച്ചാലാണ് അടുത്ത വർഷം പറയുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് ഇത് പറയാൻ സാധിക്കും. കുറെ സംശയങ്ങൾ ഈ മാർഗരേഖയിൽ തന്നെ നമുക്ക് മുന്നിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അത് ആ സമയങ്ങളിൽ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ മേജർ ചേഞ്ച്, കോളേജ് ട്രാൻസ്ഫർ, യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കണം. അതിന് തന്നെ ഇതിന് മുന്നിൽ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ആദ്യത്തെ ഒരു കമന്റ് ആയിട്ട് വരിക, ഞാൻ മാനേജ്മെന്റ് കോട്ടയിലാണ് അഡ്മിഷൻ എടുത്തത്, എനിക്ക് മാറാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള കമന്റ് വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിനടിയിലും ആ ഒരു സംശയം വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് കോട്ടയിൽ അഡ്മിഷൻ എടുത്താലും എല്ലാവർക്കും ഈ ഓപ്ഷൻ ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒന്ന്. രണ്ട്, ഞാൻ എടുത്ത കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, ഞാൻ ഓട്ടോണമസ് കോളേജാണ്, ഞാൻ ഗവൺമെന്റ് കോളേജ്, ഞാൻ എയ്ഡഡ് കോളേജാണ്. എനിക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ടോ? എല്ലാ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറും മറ്റു ഓപ്ഷനുകളൊക്കെ ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തേത് മേജർ ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ മേജർ ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. മേജർ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത സബ്ജക്ട് എന്ത് ചെയ്യാണ്, മറ്റൊരു സബ്ജക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഏത് സെമസ്റ്ററും അവൈലബിൾ ആയത് തേർഡ് സെമസ്റ്ററിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അധ്യയന വർഷത്തിന്റെ ആദ്യ പ്രവൃത്തി ദിനം ഓരോ വിഷയത്തിനുമുള്ള ഒഴിവ് കോളേജ് പ്രസിദ്ധീകരിക്കും. ഒരു കോളേജിൽ ഓരോ കോഴ്സിലുമുള്ള ഒഴിവ് പ്രസിദ്ധീകരിക്കും. ഓക്കെ, ഓരോ കോഴ്സിലുമുള്ള ഒഴിവ് പ്രസിദ്ധീകരിക്കും. എന്നിട്ട് ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും മൈനറോ അല്ലെങ്കിൽ MDC കോഴ്സിലോ പഠിക്കുന്ന വിഷയങ്ങളിലേക്ക് മേജർ മാറ്റം അനുവദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എടുത്ത മൈനറിലേക്ക് ആദ്യത്തെ 2 സെമസ്റ്റർ മൈനർ ഉണ്ടല്ലോ, ഈ മൈനറുകളിലേക്ക് എനിക്ക് ചേഞ്ച് അനുവദിക്കും. ഞാനൊരു മൈനർ എടുത്തിട്ടുണ്ടോ, ഞാന് BSc ഫിസിക്സ് ആണ് കോഴ്സ് ജോയിൻ ചെയ്തത്. ഞാൻ എന്റെ മൈനർ മാത്തമാറ്റിക്സ് ആണ്, എനിക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്സിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എന്റെ MDC ജേർണലിസം ആണ്, എനിക്ക് ജേർണലിസത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് MDC കോഴ്സിലോ പഠിക്കുന്ന വിഷയങ്ങളിലേക്ക് മേജർ മാറ്റം. ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, എന്നാൽ തന്നെ ഈ ഓപ്ഷൻ ലഭ്യമാണ്. MDC കോഴ്സിൽ ആദ്യം വന്നിട്ടുള്ള 4 ഇയർ ഡിഗ്രിയുടെ റൂളിൽ ഇത് പറഞ്ഞിട്ടില്ല, എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ മാർഗരേഖയിൽ ഇത് പറയുന്നുണ്ട്. അതിന് വിശദമായിട്ടുള്ള മാർഗരേഖ റൂളായിട്ട് തയ്യാറായി വന്നാൽ നമുക്ക് ഒന്നുകൂടി ഇത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഇതിനെ അഡ്മിഷൻ കൊടുക്കുന്നതിന് ഇത് ഈ ചേഞ്ചിന് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആദ്യ 2 സെമസ്റ്ററുകൾ വിദ്യാർത്ഥി നേടിയ ശരാശരി മാർക്കിന്റെ അടിസ്ഥാനമാക്കി റാങ്ക് പട്ടിക തയ്യാറാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വളരെ കൃത്യമായിട്ട് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ എടുത്ത മൈനറിന്റെ മാർക്കാണോ അല്ലെങ്കിൽ ടോട്ടൽ മാർക്കിൻ്റെതോ എന്നുള്ളത് ആ സമയമാകുമ്പോഴേ നമുക്ക് പറയാൻ സാധിക്കാം. നിങ്ങൾ എടുത്ത മൈനറിന്റെ മാർക്കിൻ്റെതാണോ? ഞാൻ എടുത്തത് BSc മാത്തമാറ്റിക്സ് ആണ് എന്റെ മൈനർ. അപ്പൊ അതിലേക്ക് അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളുണ്ടാവും, മൈനർ മാത്തമാറ്റിക്സ് എടുത്ത വിദ്യാർത്ഥികളൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാവും. അവരുടെ മാത്തമാറ്റിക്സിന്റെ മൈനറിന്റെ മാർക്കാണോ എന്നുള്ളത് ആ സമയമാകുമ്പോഴേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ടോട്ടൽ 2 സെമസ്റ്ററിന് ടോട്ടൽ മാർക്കിന്റെ പെർസെന്റേജ് ആണോ എന്നുള്ളത്. 2 സെമസ്റ്ററിന് ടോട്ടൽ മാർക്കിന്റെ പെർസെന്റേജ് ആകുമ്പോൾ എല്ലാ വിഷയവും പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവിടെ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തുത, നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൈനർ ഫസ്റ്റ് സെമസ്റ്ററിൽ എടുത്ത മൈനർ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അവിടെ ചേഞ്ച് ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇത് ആ 3ാമത്തെ റൂള് കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. ആദ്യത്തെ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ വിഷയമാറ്റത്തിനുള്ള നടപടി പൂർത്തീകരിക്കണം. ആദ്യത്തെ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മേജർ ചേഞ്ച് ഇപ്പോൾ പറഞ്ഞ റൂൾ പ്രകാരം സെയിം കോളേജിലെ
കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റു കോളേജിലേക്ക് ഈ കേസ് ഉണ്ടോ എന്നുള്ളത് അതിന്റെ റൂൾസും റെഗുലേഷനും വരണം. ഇത് സെയിം കോളേജിലേക്കാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സെയിം കോളേജിലെ കോഴ്സുകളിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കോളേജ് ട്രാൻസ്ഫർ വിഷമാറ്റത്തിനുള്ള ശേഷം ഒഴിവുള്ള സീറ്റ് കോളേജുകൾ സർവകലാശാലകളെ അറിയിക്കണം. ആദ്യത്തെ 5 പ്രവൃത്തി ദിവസങ്ങൾ റാങ്ക് പട്ടിക തയ്യാറാക്കി അഡ്മിഷൻ നടപടി കഴിഞ്ഞതിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ എന്ത് ചെയ്യണം? കോളേജ് യൂണിവേഴ്സിറ്റി അറിയിക്കണം. മൊത്തം ഒഴിവ് സർവകലാശാലകൾ പ്രസിദ്ധീകരിക്കും. ഓരോ സർവകലാശാല എന്ത് ചെയ്യും? മൊത്തം ഒഴിവ്, ഓരോ കോഴ്സിനുള്ള ഒഴിവ് പ്രസിദ്ധീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിദ്യാർത്ഥികളെ അപേക്ഷ വാങ്ങും, പരിഗണിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കും, കോളേജുകൾക്ക് നൽകും. ഇതിന്റെ ക്രൈറ്റീരിയ ഏകദേശം ധാരണ പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ +2ന്റെ മാർക്കായിരുന്നു. അപ്പോൾ ഒരു പേപ്പർ ഫെയിൽഡ് ആയ വിദ്യാർത്ഥിക്ക് കോളേജ് ട്രാൻസ്ഫറിന് തടസ്സം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികളെ അപേക്ഷ പരിഗണിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കി കോളേജുകൾക്ക് നൽകും. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഒഴിവുള്ള സീറ്റുകളിലൊക്കെ നമുക്ക് അപേക്ഷ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നതാണ് ഇപ്പൊ പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ. എന്നിട്ട് ഒരു കോളേജിൽ അപേക്ഷിച്ച ഇപ്പോൾ ഞാൻ EMA കോളേജിലെ എക്കണോമിക്സിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ കോളേജിലെ എല്ലാ കോഴ്സിലേക്ക് അപേക്ഷ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അത് കോളേജുകൾക്ക് നൽകും. കുറെ കുട്ടികൾ അപേക്ഷിച്ചിട്ടുണ്ടാവും. ഞാൻ തന്നെ ചിലപ്പോൾ വ്യത്യസ്ത കോളേജിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വ്യത്യസ്ത കോളേജിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. എന്നിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്തിട്ട് കോളേജ് തലത്തിലാണ് ഇതിന്റെ പ്രവേശന നടപടി പൂർത്തിയാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ +2 മാർക്കായിരിക്കും പരിഗണിക്കുക. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ആദ്യ 2 സെമസ്റ്ററുകളും വിജയിച്ചവർക്ക് സർവകലാശാല മാറ്റത്തിന് അപേക്ഷിക്കാവുന്നതാണ്. ആദ്യ 2 സെമസ്റ്ററും വിജയിച്ചിരിക്കണം വിദ്യാർത്ഥി ഈ സർവകലാശാല ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാം. അപ്പോൾ ഒരു പേപ്പർ ഫെയിൽഡ് ആയ വിദ്യാർത്ഥിക്ക് ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. കേരളത്തിലെ സർവകലാശാല പുറത്തുള്ളവർക്ക് 3ാം സെമസ്റ്റർ മുതൽ മാറ്റത്തിന് അപേക്ഷിക്കാം. കേരളത്തിലെ ഏത് സർവകലാശാല എന്നുള്ള വിദ്യാർത്ഥിക്ക് മറ്റൊരു സർവകലാശാലയിലേക്ക് മാറാം. അതുപോലെ തന്നെ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയുള്ള വിദ്യാർത്ഥിക്കും ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപേക്ഷ സർവകലാശാലകളുടെ പഠന ബോർഡ് പരിശോധിച്ച് വിദ്യാർത്ഥികളെ ക്രെഡിറ്റ് ഉറപ്പാക്കി ശുപാർശ ചെയ്യും. ഇത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതായത് പഠന ബോർഡ് എന്ത് ചെയ്യും? അത് പരിശോധിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ വളരെ കൃത്യമായിട്ട് ക്രെഡിറ്റ് ഒക്കെ ഓരോ യൂണിവേഴ്സിറ്റിയും ക്രെഡിറ്റ് ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പഠന ബോർഡാണ് ഇത് ശുപാർശ ചെയ്യുക. പ്രവേശന നടപടി കോളേജ് തലത്തിലാണ് പൂർത്തിയാക്കുക. ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കോളേജ് ട്രാൻസ്ഫറിന്റെ സമയത്ത് നമ്മളെ മേജറിന്റെ സ്പെഷ്യലൈസേഷൻ വ്യത്യാസം വിചാരിച്ച് മാറുന്നതിന് ഒരു തടസ്സം ഉണ്ടാവില്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൊമേഴ്സ് ഞാൻ ബാങ്കിങ് ആണ്, ഞാൻ മറ്റൊന്നാണ്, ഞാൻ ഇൻഷുറൻസ് ആണ്. എനിക്ക് ബാങ്കിങ്ങിൽ നിന്നും ഇൻഷുറൻസിലേക്ക് മാറാൻ പറ്റുമോ, ഇൻഷുറൻസിൽ നിന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്ക് മാറാൻ പറ്റുമോ, അതൊന്നും ഒരു തടസ്സമുള്ള കാര്യമല്ല. അത് ഏത് വിധേനയും അനുവദിക്കുന്ന കാര്യം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.